നമസ്കാരം, എൻ്റെ പേര് ദിവ്യ. കായംകുളം MSN കോളേജിലെ കെമിസ്ട്രി വിഭാഗം അധ്യാപികയാണ്. കുറച്ച് സെഷൻസ് ആയിട്ട്, അതായത് 4 സെഷൻസ് ആയിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് BSc S6 വിദ്യാർത്ഥികളുടെ ടോപ്പിക്കാണ് ഫിസിക്കൽ കെമിസ്ട്രി 2 പേപ്പർ 2-ലുള്ള ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് കടക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനുശേഷം നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ, അതിന് ക്വാണ്ടം മെക്കാനിക്കൽ പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു, എങ്ങനെ ഒരു വേവ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പാർട്ടിക്കിൾ, 2 ഇമാജിനറി സിസ്റ്റംസ് ആയ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സും പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ക്യൂബിക്കൽ ബോക്സും നമ്മൾ സോൾവ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഇക്വേഷനും എനർജീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കൺസെപ്റ്റ് ഓഫ് ഡീജനറസി, ഇത്രയുമാണ് നമ്മൾ സെഷൻ 3 വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സെഷൻ 4-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോൾവിംഗ് ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ്, ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം, അതായത് സിംഗിൾ ഇലക്ട്രോണിക് സ്പീഷീസ്, അവരെയാണ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അവരുടെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുന്നതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ലക്ലി നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും വേണ്ട. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ടോപ്പിക്കിനകത്തുള്ളത്. അപ്പോൾ അത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നമ്മൾ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ്. ഓക്കെ, നമുക്ക് ഇതിൽ എപ്പോഴും തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി നോ ദാറ്റ് ഇപ്പം നമ്മളൊരു ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എടുക്കുകയാണ്. അപ്പോൾ അവിടെ എടുക്കുമ്പോഴത്തേക്കും r ഡിസ്റ്റൻസിൽ ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് m നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള ഒരു ഇലക്ട്രോണിനെയാണ് ഈ r എന്നുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻ, ഈ മാസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമ്മൾ XYZ കോർഡിനേറ്റ്, അവരെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അവർ വെച്ച് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus 2m into e minus v by h cross square into psi is equal to 0. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സിനകത്തും 2 ഡയമെൻഷണൽ ബോക്സിനകത്തും നമ്മളൊരു കൺസെപ്റ്റ് എടുത്തായിരുന്നു. ദാറ്റ് ഈസ്, ഇൻ ദാറ്റ് കേസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺസിഡർഡ് ആറ്റ് 0 ഇൻസൈഡ് ദ ബോക്സ്. ഓക്കെ, പക്ഷേ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ നമുക്ക് 0 ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ആര് നിൽക്കുന്നത്, ആ ഇലക്ട്രോൺ നിൽക്കുന്നത്. അപ്പം എന്തായാലും എന്തുണ്ട്, അവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അത് കാരണം എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. So in this case we can't ignore the potential energy, and the potential energy of this system is V is equal to minus Z E square divided by 4 pi epsilon 0 into R. R is the internuclear distance, that is not internuclear distance, it is the distance between the nucleus and the electron, R എന്ന് പറയുന്നത്. Then what about Z? Z എന്ന് കൊടുക്കാൻ കാരണം എന്താ, ഞാൻ പറഞ്ഞു സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് ആണ്. അപ്പം ഹീലിയം He പ്ലസ് എടുക്കുമ്പോഴത്തേക്കും എന്താണ്, ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺസ് ഉണ്ട്. പിന്നെയോ ഇലക്ട്രോൺസ് എത്രയേ ഉള്ളൂ, ഒരെണ്ണവേ ഉള്ളൂ. ലിഥിയം 2+ കൊടുക്കുമ്പോഴത്തേക്കും ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺസ് ഉണ്ട്,
എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റം എടുക്കുമ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന എന്തായിരിക്കും? ഇസഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസഡ് ആയിരിക്കും ന്യൂക്ലിയസിന്റെ ചാർജ്. ഇലക്ട്രോണിന് പ്ലസ് ഇയും മൈനസ് ഇയും. Okay, therefore the potential energy of hydrogen like systems can be written as minus Z E square divided by 4 pi epsilon 0 into R, where Z is the atomic number of the atom under consideration. ഹൈഡ്രജൻ ആണ് എടുക്കുന്നെങ്കിൽ ഇസഡിന് പകരം നമ്മൾ അവിടെ എത്രയേ കൊടുക്കത്തുള്ളൂ? 1 എന്നേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ദെൻ ഈ ഒരു XYZ കോർഡിനേറ്റ്സിൽ വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ? സ്ഫെറിക്കലി സിമെട്രിക്കൽ മാനറിലാണ് അവരെന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. R എന്ന് പറയുന്ന റേഡിയസിൽ അവരിങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി അവരുണ്ട്. അപ്പം ആ ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ നമുക്ക് XYZ കോർഡിനേറ്റ്സ് കൊണ്ട് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് that electron is moving in a spherically symmetrical manner around the nucleus. Okay, അതുകൊണ്ട് ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ we require 3 parameters. One is the radial distance. Second one is second and third is 2 angles, that is theta and phi angles. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ XYZ ലാണ് നമ്മൾ ആദ്യം ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എഴുതിയത്. Then we have to convert it into spherical polar coordinates. It should be converted into spherical polar coordinates. Spherical polar coordinates എന്ന് പറയുന്നത് എന്താണ്? We are expressing the equation in terms of r, theta and phi. Okay, അങ്ങനെ പറയുമ്പോഴത്തേക്കും we can convert നമ്മുടെ trigonometrical relationship ആണ് ഈ കാണിച്ചിരിക്കുന്നത്. That is x is equal to r sin theta cos phi, y is equal to r sin theta cos sin phi and z is equal to r cos theta. ഇത് നമുക്ക് trigonometrical relationships-ൽ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഇക്വേഷൻ ആണ് എന്താ? ഈ ഒരു എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് 1/r² dou by dou r into r² dou psi by dou r plus 1/r² sin theta dou by dou theta sin theta dou psi by dou theta plus 1/r² sin square theta dou square psi by dou phi square, then 2 mu by h cross into E plus Z E square divided by 4 pi epsilon 0 into R into psi is equal to 0. ഇനി mu എന്ന് പറയുന്നത് എന്താണെന്നറിയോ? This represents the reduced mass of the system. Mu represents the reduced mass of the system. That is M1 M2 എന്ന് പറയുന്ന രണ്ട് മാസ് ആണെങ്കിൽ M1 M2 divided by M1 plus M2 ആണ് reduced mass എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ അങ്ങനെ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മളുടെ ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റംസ് ആണ് ഇവിടെ എടുക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ റെഡ്യൂസ്ഡ് മാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നോക്കുക. ഇവിടെ psi ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി psiയെ നമ്മൾ ഏത് ടേമിൽ റെപ്രസെന്റ് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് r, theta ആൻഡ് phi. നമ്മൾ പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സിനകത്ത് നമ്മൾ കൊടുത്തിരുന്നു. പാർട്ടിക്കിൾ ഇൻ 3-dimensional ബോക്സ് ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന്റെയും അല്ലെങ്കിൽ എക്സ് വേവ് ഫംഗ്ഷന്റെയും വൈ വേവ് ഫംഗ്ഷന്റെയും ഇസഡ് വേവ് ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് ആണെന്ന്. അതുപോലെ ഇവിടെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് psi is equal to the product of r wave function, theta wave function and phi wave function. Okay, അപ്പം അതും കൂടെ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അതായത് ഇപ്പൊ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ടേമിലും എന്തുണ്ട്? ആർ ഫംഗ്ഷൻ ഉണ്ട്, തീറ്റ ഫംഗ്ഷൻ ഉണ്ട്, സൈ ഫംഗ്ഷൻ ഉണ്ട്. നോട്ട് സൈ, ഫൈ ഫംഗ്ഷനും കിടക്കുവാണ്. അപ്പൊ എല്ലാം കൂടെ കൂടി കുഴഞ്ഞു കിടക്കുവാണ്. അപ്പൊ
അപ്പോൾ ഇവരെ നമ്മൾക്ക് ഇങ്ങനെ എടുത്തു വെച്ച് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് ചെയ്യണം, തീറ്റയുടെയും ആറിൻ്റെയും അതുപോലെ തന്നെ സൈയുടെയും ഫൈയുടെയും ചെറിയ ചെറിയ ഫങ്ഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നാണ് നമ്മൾ അതിൻ്റെ ആ പ്രൊസീജിയറിന് പറയുന്നത്. എന്നിട്ട് ആ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പം ആർ, തീറ്റ ആൻഡ് ഫൈ യുടെ ടേംസിൽ നമ്മുടെ ഈ ഇക്വേഷനെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്ത ആദ്യത്തെ ഇക്വേഷൻ ആണിത്. ഇത് ആർ ടേം മാത്രമേ ഉള്ളൂ, റേഡിയൽ പാർട്ട് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. The second equation is this second equation contains only theta part. Theta part മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. And the third equation contains only phi part. Okay, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷൻസിനെ 1 by 1 നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 1, 2 and 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യും. ആദ്യം ഇക്വേഷൻ 3 ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇക്വേഷൻ 3യിൽ നിന്ന് നമുക്ക് എം വാല്യൂസ് കിട്ടും, എൽ വാല്യൂസ് കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടുന്ന് നമുക്ക് എം വാല്യൂസ് കിട്ടും. ദെൻ അവിടുന്ന് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്ത് വരുന്നത്. ഒരു നല്ലൊരു പ്രൊസീജിയറാണ് നടക്കുന്നത്. അങ്ങനെ ഓരോ ഇക്വേഷനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മുടെ എന്താ ക്വാണ്ടം നമ്പേഴ്സ് കണ്ടുപിടിച്ച് വരുന്നത്. ഓക്കെ, ഈ റേഡിയൽ ആൻഡ് ആംഗുലർ പാർട്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന റേഡിയൽ വേവ് ഇക്വേഷനും സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ആംഗുലർ ഇക്വേഷൻസ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഹാർമോണിക് ഇക്വേഷൻസ് എന്ന് പറയും. ഇവരെ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ആരെ കിട്ടുന്നത്, നമ്മളുടെ ക്വാണ്ടം നമ്പേഴ്സിനെ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ റേഡിയൽ പാർട്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെയിൻ ആയിട്ട് ടോട്ടൽ എനർജിയാണ്. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ദിസ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇറ്റ് can be represented as 2 മൈനസ് ഉണ്ട് കേട്ടോ, -2π² mu e raised to 4 divided by 4πε0 the whole square n² h². നമ്മുടെ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ സോൾവ് ചെയ്ത് ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഈ ഒരു എക്സ്പ്രഷനിൽ കിട്ടി. ആൻഡ് ദിസ് എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ഒറിജിനൽ ബോർ തിയറി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും സെയിം എനർജി തന്നെയാണ് കിട്ടിയത്. അതുപോലെ എക്സ്പെരിമെന്റൽ പ്രൂഫിൽ നമുക്ക് എല്ലാം സെയിം എനർജി തന്നെയാണ് കിട്ടിയത്. അപ്പം ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ റിയൽ സിസ്റ്റത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിസ്റ്റം ഹൈഡ്രജൻ ആറ്റം മാത്രമാണ്. മറ്റൊരു സിസ്റ്റത്തിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, എല്ലായിടത്തും കുറേ അപ്രോക്സിമേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത്. PG ലെവലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ അപ്രോക്സിമേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ this and also this first equation നമുക്ക് സോൾവ് ചെയ്തിട്ടാണ് ക്വാണ്ടം നമ്പേഴ്സ് n and l, that is പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്ത് കിട്ടുമ്പോഴാണ് വരുന്നത്. ദെൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് L and M, that is അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റിൽ നിന്ന് ഓക്കെ ദിസ് ഇക്വേഷൻ നമ്പർ 3 gives ക്വാണ്ടം നമ്പർ M. Okay, now let's discuss about quantum numbers. നമുക്കറിയാം എത്ര ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്, 4 ക്വാണ്ടം നമ്പേഴ്സ് നമുക്കറിയാം. ദേ ആർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, this principal quantum number determines
the energy of the electron. Okay, അതിനോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്നാണ് അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മൾ പ്രീവിയസ്ലി ഒരു ഇക്വേഷൻ കൊടുത്തു, അതിനകത്ത് n എന്ന് പറയുന്ന നമ്പർ അവിടെ കിടപ്പുണ്ട് അല്ലേ? n എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ അവിടെ കിടപ്പുണ്ട്, അതിനകത്ത് മാത്രമേ ഉള്ളൂ n എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ. ഓക്കെ, then it also determines the average distance of electron from the nucleus. Average distance from the nucleus എന്ന് പറയുമ്പോൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട്. As n increases, energy also increases. Okay, അതുപോലെ തന്നെ n can have values 1, 2, 3 etc. അല്ലെങ്കിൽ നമ്മൾ k ഷെല്ലുകൾ എന്ന് പറയും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എനർജി ലെവൽസിനെ നമ്മൾ എന്ത് പറയുന്നത്? ഷെല്ലുകൾ എന്ന് പറയും. ദാറ്റ് ഈസ് k, l, m etc. അങ്ങനെ ഷെല്ലുകൾ മുന്നോട്ട് പോകും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വാണ്ടം നമ്പർ എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, a portion of this energy is associated with the orbital motion of the electron around the nucleus. ഈ അതായത് ഓർബിറ്റൽ മോഷനും കൂടി ആ എനർജി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഓർബിറ്റൽ മോഷൻ കാരണം ചുറ്റിനും ഇങ്ങനെ കറങ്ങുന്ന ഓർബിറ്റൽ മോഷൻ കാരണം എന്തുണ്ടാവുന്നുണ്ട്? ഒരു ആംഗുലർ മൊമെന്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ആംഗുലർ മൊമെന്റം ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതുകൊണ്ട് ഇവരെ എന്തും പറയുന്നുണ്ട്? ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, this quantum number accounts for the appearance of group of closely spaced lines in the hydrogen spectrum. Okay, then the electrons in atoms are grouped not only into main energy levels and also into sub energy levels, that is L. ഇപ്പം ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് മെയിൻ എനർജി ലെവൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ഈ എനർജി സബ് ലെവൽസ് ഉണ്ട്. എന്തുകൊണ്ട് സബ് ലെവൽസ് വരുന്നത്? ഡ്യൂ ടു ദിസ് ആംഗുലർ മൊമെന്റം. ഓക്കെ, അതിനെ കാണിക്കുന്നതാണ് എന്താ ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. The value of L gives the subshell in which the electron is located. It also determines the shape of the orbital in which the electron is located. അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ് എന്ത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ തരുന്നതാണ് എന്ത്? ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. The number of subshells within a principal shell is determined by the value of n. അത് നമുക്ക് എങ്ങനെ കൊടുക്കാം? This L can have values 0, 1, 2, 3 etc. up to n-1 അല്ലേ? n-1 വാല്യൂസ് വരെ കാണും. പക്ഷേ എന്താണ് ആൻഡ് L is equal to 0 ആണെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ നോട്ട് ചെയ്യുന്നത് സ്മോൾ s എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ്. ദെൻ P, D, F etc. according to the values of L is equal to 0, 1, 2, 3 etc. Okay, then the next important next quantum number is magnetic quantum number. നമ്മുടെ ഈ ഇലക്ട്രോൺസിന് നമുക്കറിയാം എന്താണ്? ഹാസ് ആൻ ആംഗുലർ മൊമെന്റം. കാരണം എന്താ? അത് ഈ ഇത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ തന്നെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൻസ് ആൻ ഇലക്ട്രോൺ ഹാസ് ആൻ ആംഗുലർ മൊമെന്റം, ഇറ്റ്സ് മോഷൻ മേ ബി likened to the flow of an electric current throughout the loop. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ മോഷൻ കൊണ്ട് സ്പിന്നിങ് മോഷൻ കൊണ്ട് തന്നെ അതിനൊരു ഇലക്ട്രിക് കറണ്ട് കാണിക്കുന്നുണ്ട്. സച്ച് എ ഫ്ലോ ഓഫ് കറണ്ട്. അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡീസിന്റെ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ചാർജ് ബോഡിയുടെ മൂവ്മെന്റ് കൊണ്ട് സർക്കുലർ മോഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഇനി മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാകാം? ഒരു മാഗ്നറ്റിക് ഫീൽഡോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, this field can interact with the external magnetic or electric field. Okay, external magnetic അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇതിനെ ഇന്ററാക്ട് ചെയ്യാം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? The electrons, as a result of this interaction, the electrons in a given energy sublevel orient themselves in
certain specific regions of space around the nucleus. These regions of space are called orbitals. അപ്പോൾ ഇതിൻ്റെ മോഷൻ, ഇലക്ട്രോൺസിൻ്റെ മോഷൻ കൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഇലക്ട്രോൺസിൻ്റെ പൊസിഷൻ റീഓറിയൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ആ ഓറിയൻറ്റേഷൻ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? ആ ഓറിയന്റഡ് റീജിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഇലക്ട്രോൺസ് ഇൻ എ ഗിവൺ എനർജി സബ് ലെവൽ orient themselves in certain specific regions of space around the nucleus. Okay, and these regions of space are called orbitals. The number of orbitals in a given energy sublevel within the principal energy level is given by the magnetic quantum number small n. Small m. The number of values allowed for m depends on the values of L, and the possible values of m ranges from minus L to plus L through 0. Okay, അങ്ങനെ ടോട്ടൽ ആയിട്ട് 2L plus 1 values ആണ്, 2L plus 1 values ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് കിട്ടുന്നത്. Okay, the next one is the fourth quantum number is spin quantum number. ഈ ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ രീതിയിലൊന്നും അല്ല. മറ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസീമത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും ഒക്കെ കിട്ടുന്നത് നമ്മുടെ ഹൈഡ്രോജൻ ആറ്റത്തിന്റെ വേവ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴാണ് ബാക്കി ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം കിട്ടിയത്. പക്ഷേ സ്പിൻ ക്വാണ്ടം നമ്പർ അങ്ങനെ കിട്ടിയ ഒരാളെ അല്ല. ഓക്കെ, the electron possesses an intrinsic angular momentum or spin specified by the quantum number, that is spin quantum number small s. അതിന് നമുക്ക് രണ്ട് as a result of this spinning motion it has an angular spin, angular momentum, and can have two possibilities. It can either it can be plus half or minus half. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മുടെ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള ഇൻഫർമേഷൻസ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് വന്നു, ദാറ്റ് ഈസ് ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നു, കൺക്ലൂഷൻ. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ അവരെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. ഓക്കെ, അതിൻ്റെ ഉള്ള ജനറൽ ട്രീറ്റ്മെൻറ്റും അതിനോടനുബന്ധിച്ച് അവിടെ നിന്ന് നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അവരുടെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ പറഞ്ഞു. പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയുമായിരുന്നു നമ്മളുടെ ഈ ഒരു ക്വാണ്ടം മെക്കാനിക്സ് സെഷനിൽ ഇൻക്ലൂഡഡ് ആയിരുന്നത്. റെഫറൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറ്റ്കിൻസ് ഫിസിക്കൽ കെമിസ്ട്രി, പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ബൈ പുരിയൻ ശർമ്മ, ദെൻ ക്വാണ്ടം കെമിസ്ട്രി ബൈ ഐ.എൽ. ലെവിൻ. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചത്. ആൻഡ് ഫൈനലി ഐ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മൈ വീഡിയോ.